ഞാൻ ഈ പരിപാടിയെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഈ പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നജീബ് കാന്തപുരത്തിൻ്റെ ഈ ടീമിനെ പരിചയപ്പെടണമെന്നും പറ്റുമെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോകണമെന്നാണ്. സീരിയസ് ആയിട്ടാണ് ഞാൻ നജീബിനോട് പറഞ്ഞു. അത്ര മികച്ച ടീമാണ് നജീബിൻ്റെ കൂടെയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഈ പരിപാടി നടത്തിയ ടീം ഞാൻ ആദ്യം നോക്കുന്നത് എവിടെ ചെന്നാലും ടീം എന്താണെന്നാണ്. നജീബിനോട് ഞാൻ പറഞ്ഞു ഞാൻ അവരെ തട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ടീം ബിൽഡിംഗ് ആണ്, ലീഡർഷിപ്പാണ് രണ്ടും. ഞാൻ പറയാണ് പൊളിറ്റിക്സിലും ലീഡർഷിപ്പാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ബിസിനസ്സിലും ഡെഫിനറ്റ്ലി ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എന്താണ് ലീഡർഷിപ്പ് ഷോസ് ഹൗ ടു സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ് അറൗണ്ട് യു. അതാണ് ടീം ബിൽഡിംഗ്. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യുക. ഞാൻ എത്ര വലിയ ക്വാളിറ്റി ഉള്ള ആളാണെങ്കിലും എൻ്റെ ടീം മോശമായ എൻ്റെ പണി തീർന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഒരുപാട് ബിസിനസ് ടൈക്കോൺസിനും ഒക്കെ പറ്റിയിട്ടുള്ള അപകടം, അവർക്ക് പറ്റിയിരിക്കുന്ന അപകടം അവരുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ടീമിനെ സെലക്ട് ചെയ്തപ്പോൾ വേറെ ഒന്നും പാടില്ല, ഒന്നും സ്വജനപക്ഷപാതം ഒന്നും പാടില്ല. ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നല്ല ടീമിനെ ആയിരിക്കും സെലക്ട് ചെയ്തത്. ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ, ഇവരെ ചീത്തയാക്കാൻ ആളുണ്ടാവും. ഇപ്പം എൻ്റെ ചുറ്റും ഞാൻ എൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കും. പക്ഷെ ഞാൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ, അവരെ ചീത്തയാക്കാൻ വേറെ ആളുണ്ട്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങി, നിങ്ങളൊരു പ്രൊക്യൂർമെൻറ്റ് മാനേജറെ വെച്ച് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി പ്രൊക്യൂർമെൻറ്റ് മാനേജറെ വെച്ച് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, സത്യസന്ധനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, മിടുമിടുക്കനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. അത് നമ്മൾ ആദ്യമൊക്കെ വാച്ച് ചെയ്തവൻ ബാർഗെയിൻ ചെയ്ത് അവിടെ പോയി ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. നമുക്ക് എത്ര പൈസ കുറച്ച് മേടിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് പൈസക്ക് ഈ പ്രൊക്യൂർമെൻ്റ് നടത്തും. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിച്ചു. പക്ഷെ ഇവനെ ചീത്തയാക്കും ആളുകൾ. ഇവനെ കൈകാര്യം ചെയ്യും, ഇവനെ കൈകാര്യം ചെയ്ത് അവന് കമ്മീഷൻ കൊടുത്ത് പ്രൊക്യൂർമെൻറ്റ് കൊടുക്കുമ്പോൾ അവന് 10% കമ്മീഷൻ വെച്ച് 5% വെച്ച് 10% വെച്ച് അവന് ചിലപ്പോൾ ഒരു കാർ വാങ്ങിച്ചു കൊടുത്ത് അവന് വേറെ സൗകര്യം ചെയ്ത് കൊടുത്ത് അവൻ്റെ വീട്ടിൽ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്ത് അവനെ കൈകാര്യം ചെയ്യും. ബിസിനസ് ആളുകൾ ബിസിനസ് ചെയ്യുന്നവരാ, വേറെ ബിസിനസ് ചെയ്യുന്നവരാ. പക്ഷേ നമ്മുടെ പ്രൊക്യൂർമെൻറ്റ് മാനേജർ പോയി, അപ്പോൾ അവൻ്റെ ബാർഗെയിനിങ് പവർ പോയി. അവൻ ഏതെങ്കിലും ഒരു സാധനം ഇവൻ്റെ ഒരു കമ്മീഷൻ മേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബാർഗെയിനിങ് പവർ പോയി. അവിടെ അവൻ ഈ ക്വാളിറ്റി കോംപ്രമൈസായി പോയി. അപ്പം നമ്മളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നല്ല ആളുകളാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ആ നല്ല ആളുകളും ചീത്തയാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഈ ടീമിന്, നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും മേജർ ടീമിന് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ്. ഞാൻ പറഞ്ഞ അവരെ അവിശ്വസിക്കണമെന്നല്ല ഞാൻ പറയാം, ഞാൻ അവിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. അവിശ്വസിക്കരുത്, കൂടെയുള്ളവരെ അവിശ്വസിക്കരുത്. ബേസിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് കൂടെയുള്ളവരുടെ മീതെ നമുക്ക് വേണം. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകണം അവർ ചീത്തയാകാനുള്ള സാധ്യതകൾ ഉള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ആ ടീമിനും ഒരു കോൺഫിഡൻസ് വേണം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ തോളെ വിളിച്ച് നമ്മൾ അഭിനന്ദിക്കണം, അവരെ ശാസിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ സഹോദരങ്ങളെ പോലെ കൊണ്ടു നടക്കണം. അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഫാമിലി പോലുള്ള ഒരു ടീമാക്കി അതിനെ മാറ്റി. പല സംരംഭങ്ങളിലെയും വിജയങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ ടീം ബിൽഡിംഗ് ആണ്. ടീം ഒരുമിച്ച് ചെയ്യുന്ന, അവിടെ നമുക്കിത് ചെയ്യുന്ന ആൾക്ക് വലിയ പങ്കുണ്ട്, അത് ഞാൻ വിസ്മരിക്കുന്നില്ല, വലിയ പങ്കുണ്ട്. പക്ഷേ ടീം ഓഫ് ലീഡർഷിപ്പാണ് എല്ലാത്തിൻ്റെയും സക്സസ്. അപ്പോൾ എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ടുള്ള ഡിപ്ലോയ്മെൻ്റാണ്. മാർക്കറ്റിങ്ങിൽ കറക്റ്റാണ്, പ്രൊഡക്ഷനിൽ കറക്റ്റാണ്, പ്രൊക്യൂർമെൻറ്റിൽ കറക്റ്റാണ്, അല്ലേ, സെയിൽ അത് ചെയ്യുന്ന സമയത്ത് ഉള്ള കറക്റ്റായിട്ടുള്ള ആളുകൾ, അത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്, നമ്മുടെ ബാക്കി കാര്യങ്ങൾ. ഇങ്ങനെ ഒരു സംരംഭത്തെ വലിയ, നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഉണ്ട്, ചിലപ്പോൾ പരാജയങ്ങളുണ്ടാവും. ചെറിയ ചെറിയ പരാജയങ്ങളില്ലാതെ ഏത് വിജയമാണ് ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? എത്രയോ വലിയ ആളുകൾ എത്രയോ പരാജയങ്ങളെ മറികടന്നുകൊണ്ടാണ് വന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി പ്ലേസ് എ ബിഗ് റോൾ, അല്ലേ? ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിലാണ്. എല്ലാം ഓട്ടോമേഷൻ വരിക.
എല്ലാ രംഗത്തും വരുന്നത് സ്പീഡിലാണ്. പണ്ടുണ്ടായിരുന്ന ബിസിനസ്സുകാർക്ക് അത്രയും ഇഷ്യൂ ഇല്ല. വളരെ സ്ലോ ആയിട്ടാണ് ഓട്ടോമേഷൻ വന്നിരുന്നത്, ടെക്നോളജി ഡെവലപ്മെന്റ് വന്നിരുന്നത്. ഇപ്പൊ ടെക്നോ ഫ്യൂഡലിസം എന്നാണ് പറയുന്നത്. ക്ലൗഡായി ബിസിനസ് ഒക്കെ, ക്ലൗഡ് ഫിനാൻസിങ് ആയി, ക്ലൗഡ് ഇതായി. അപ്പോൾ ഈ ടെക്നോളജിക്കൽ രംഗത്തുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റവും വേഗതയും അതിനെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ബാംഗ്ലൂരിലെ എയർപോർട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു എയർപോർട്ടാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ആ എയർപോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ഒരു മലയാളിയാണ്, ഹരിമാരാണ്. ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഞാൻ അയാളെ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹം അവിടെ ഒരുപാട് ഉണ്ടാക്കി. ഇപ്പോൾ കർണാടകത്തിന്റെ GDP-യുടെ 5% ഉണ്ടാക്കുന്നത് ആ എയർപോർട്ടാണ്. ഒരു എയർപോർട്ടിൽ നിന്നാണ് കർണാടക പോലത്തെ ഒരു സ്റ്റേറ്റിന്റെ GDP-യുടെ 5% അവിടെ നിന്നാണ് വരുന്നത്. അവിടുത്തെ എക്സ്പോർട്ട് മറ്റു കാര്യങ്ങൾ വരും. ഞാൻ ഹരി ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഹരി എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു. ആ വാചകം എൻ്റെ ഹൃദയത്തിൽ തറച്ചു. എപ്പോഴാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം ഭംഗിയായി പോകുന്നത്, നന്നായി പോകുന്നത്? സാധാരണഗതിയിൽ എന്തായാലും ഓക്കെ ഹാപ്പിയായി. പുള്ളി പറയുന്നത് അപ്പോഴാണ് മാറാൻ സമയമായി, അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി എന്നൊക്കെ തോന്നൽ ഏറ്റവും ഭംഗിയായി പോകുമ്പോഴാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, അംബീഷ്യസ് ആയിരിക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. കാര്യങ്ങൾ ഏറ്റവും സ്മൂത്തായി നന്നായി പോകുന്നു എന്ന് കരുതിയാൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത എക്സ്റ്റൻഷൻ, അടുത്ത എക്സ്പാൻഷൻ, അതിലേക്ക് പോകണം. അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയത്. ആമസോൺ എങ്ങനെ തുടങ്ങിയത്? ആമസോൺ, ഇന്നീ കാണുന്ന ആമസോൺ ഒരു ബുക്ക് സ്റ്റോറാണ്, ഓൺലൈൻ ബുക്ക് സ്റ്റോറായിട്ട് തുടങ്ങിയത്. ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആമസോൺ തുടങ്ങി. ഇന്ന് ഈ കോമേഴ്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ്, അല്ലേ? ക്ലൗഡ് ബിസിനസിന്റെ മോണോപ്പൊളിയാണ് മേജർ, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. മറ്റേ ഫുഡ് ചെയിനുണ്ടല്ലോ, സൊമാറ്റോ, അതുണ്ട്. അവർ തുടങ്ങിയത് റെസ്റ്റോറൻ്റ് ആണ്, ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് ചെയിൻ. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ചെയിനാണ്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ജീവിതാവസാനം വരെ തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് വേണമെങ്കിൽ എല്ലാ വർഷവും ഒന്നൊരു മെയിൻ്റനൻസ് ഒക്കെ നടത്തി ഒരു വൈറ്റ് വാഷ് ഒക്കെ അടിച്ച് വേണമെങ്കിൽ ഒരു ഷെഡ് കൂടി പുറത്തേക്ക് ഇട്ട് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഒരു ഷെഡ് കൂടി പുറത്തേക്ക് ഇട്ടി ഒരു ചെയ്യാം. വേണമെങ്കിൽ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഒരു 2 റൂം കൂടി അപ്പുറത്തേക്ക് എടുത്തിട്ട് ആ റെസ്റ്റോറൻറ്റ് അയാളുടെ ജീവിതാവസാനം വരെ നിർത്തായിരുന്നു. ആ റെസ്റ്റോറൻ്റായി തുടങ്ങിയ ഒരു സംവിധാനമാണ് ആമസോൺ എന്ന് പറയുന്ന ലോകം അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമായി അല്ല ഈ സൊമാറ്റോ എന്ന് പറയുന്ന സ്ഥാപനം മാറിയത്. ആമസോൺ ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആയിരുന്നു. എല്ലാ വലിയ സംരംഭങ്ങളുടെയും തുടക്കങ്ങൾ ഇങ്ങനെയാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. അംബീഷ്യസ് ആയിരിക്കണം, പക്ഷെ റിയലിസ്റ്റിക് ആയിരിക്കും. അംബീഷ്യസ് ആകുമ്പോൾ മറ്റേ പ്രശ്നം വരും, നോർമൽ ആകാതെ പോകുള്ളൂ. ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ അന്തരീക്ഷവും നമുക്കുണ്ടാകണം. നമ്മൾ പറയില്ലേ സസ്റ്റൈനബിൾ ഇക്കോ സിസ്റ്റം നമുക്കുണ്ടാവണം, ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ വരവ്, നമ്മുടെ ചെലവ്, നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത, പ്രോഡക്റ്റിൻ്റെ അപ്ഗ്രഡേഷൻ, പ്രോഡക്റ്റിൻ്റെ സബ് പ്രോഡക്ട്സ് തുടങ്ങുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, കംപ്ലീറ്റ് ടൈം വേറൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയത്. കുടുംബമൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ കടകൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. കടകൾ ഉദ്ഘാടനം ചെയ്ത് ആ കടയുടെ പുറത്തുകൂടി പോകുമ്പോൾ ഞാൻ നോക്കി ഇയാൾ അവിടെ ഉണ്ടാകും. അപ്പം ഇല്ലെങ്കിൽ ഞാൻ വിളിക്കും, താൻ എന്നെ ചീത്തപ്പേരുണ്ടാക്കിയെന്ന് പറയും, പ്രത്യേകിച്ച് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അപ്പം ചോദിച്ചാൽ അതെന്താ സാർ? ഞാൻ ഉദ്ഘാടനം ചെയ്ത കട പൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഐശ്വര്യം ഇല്ലാത്തവനാന്ന് എല്ലാവരും പറയും. ഞാൻ ഐശ്വര്യം ഇല്ലാത്തവനല്ല, താൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മര്യാദയ്ക്ക് കടയിൽ പോയിരിക്കാൻ ഞാൻ പറയും. ഇന്നത്തെ കാലത്ത് പണ്ടൊരു ബസ് മേടിക്കാം, ശ്രദ്ധിച്ചോളാം. പണ്ട് ബസ് മേടിക്കാം, ബസ് ഓടിക്കാം, 2 ബസ് മേടിക്കാം, 5 ബസ് മേടിക്കാം, 10 ബസ് മേടിക്കാം. ബസ് മുതലാളിയായിട്ട് വീട്ടിലിരിക്കാം. ബസ് ഓണറാന്ന് പറഞ്ഞാൽ പണ്ടൊരു ഭയങ്കര സംഭവം. ഇന്ന് ഒരു ബസ് വാങ്ങിച്ചാൽ നമുക്ക് മുതലാളിയായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ അതിന് കണ്ടക്ടറായിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ക്ലീനറായിട്ട് ചെക്കറായിട്ട് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ആ ബിസിനസ് ഇന്ന് പൊളിഞ്ഞു പോകും. ഇല്ലെങ്കിൽ വേറെ ഉള്ളവരും കയ്യിലിരിക്കുക ബസ്. ശരിയാണോ? നിങ്ങൾ ചോദിച്ചു നോക്കും, ബസ് ബിസിനസ് എടുത്തവരോട് ചോദിച്ചു. അവർ ഫുൾ ടൈം അതിൻ്റെ അകത്ത് രാവിലെ തൊട്ട് പാതിരാത്രി വരെ വണ്ടി രാത്രി ക്ലീൻ ചെയ്ത്
ഇതൊക്കെ തുടച്ച് എല്ലാം തുടച്ചിട്ട് മിക്കവാറും അതിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്നവരാണ് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്നത്. മുതലാളിയായിട്ട് വീട്ടിലിരുന്നാൽ 6 മാസം കഴിയുമ്പോൾ ബസ്സിന് വേണ്ടി ലോൺ എടുത്ത ലോൺ വീട് ജപ്തി ചെയ്തുള്ളൂ, അല്ലെങ്കിൽ 1 വർഷത്തിന് ആ സ്ഥിതിയാണ്. അപ്പൊ ഏത് സംരംഭം തുടങ്ങിയാലും കംപ്ലീറ്റ് ആയിട്ട് അതിലേക്കുള്ളൊരു ഫോക്കസ്, ശ്രദ്ധ, അറ്റൻഷൻ. ഇത് നമ്മുടെ പ്രോഡക്റ്റാണ്, നമ്മുടെ കുഞ്ഞ, നമ്മൾ കൊണ്ടുപോകണം. നമുക്കത് സക്സസ് ആവാൻ കഴിയും.